അത് പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതങ്ങ് തിരുവനന്തപുരത്താണ്. സ്വാഭാവിക മേഖലയ്ക്ക് അപ്പുറത്ത് ഒരിടത്തെ കണ്ടെത്തി ആ ഇടത്തിലേക്ക് കൂടുതൽ മനുഷ്യരെ രാത്രി മുഴുവൻ കൊണ്ടുവരിക, അവരെ അവരുടെ ആഘോഷത്തിന്റെ ഭാഗമാക്കി മാറ്റുക എന്നുള്ളതൊക്കെ ആയിരുന്നു ആ സ്ഥലം കൊണ്ട് സർക്കാർ ഉദ്ദേശിച്ചത്. മാനവീയം അല്ലേ? വഴികൾ പലത് കേട്ടെങ്കിലും പദ്ധതി തുടങ്ങി മാസങ്ങൾക്കിപ്പുറവും മാനവീയത്തിൽ മനുഷ്യരെത്തുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പോസിറ്റീവ് കാര്യം അല്ലേ? അപ്പൊ നമുക്ക് അവിടുത്തെ ആഘോഷങ്ങളും അവിടുത്തെ വൈബും എന്താണെന്ന് നോക്കാം. അനന്തപുരിയുടെ ആഘോഷരാവ് എവിടെ? ആ ചോദ്യത്തിൽ നിന്നുമാണ് മാനവീയം വീതി എന്ന ഉത്തരം വരുന്നത്. പോകാം മാനവീയം വീതിയിലെ ഒരു രാത്രി കാഴ്ചയിലേക്ക്. സാംസ്കാരിക പെരുമയ്ക്ക് പേരുകേട്ട തിരുവനന്തപുരത്താണ് രാത്രി ജീവിതം ആഘോഷിക്കാൻ സർക്കാർ തെരഞ്ഞെടുത്ത ഭൂമി. സർക്കാർ അത് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ മാനവീയമെന്ന സാംസ്കാരിക ഇടനാഴിയിൽ മനുഷ്യരൊത്തുകൂടിയിരുന്നു. സൗഹൃദങ്ങൾ തളിരിട്ടിരുന്നു, സ്നേഹം പങ്കുവച്ചിരുന്നു. പുലരിയോളം നീളുന്ന പാട്ടുകൂട്ടായ്മകൾ, അത്രയോളം തന്നെ നീളം പോന്ന അപരിചിതരായ മനുഷ്യരുടെ പരിചയപ്പെടൽ, ആഘോഷം, ചായകുടി, രാഷ്ട്രീയം, സിനിമാ കഥകൾ, അങ്ങനെ രാത്രി കളറാകാനുള്ളതെല്ലാം ഇവിടെ, ഈ നഗരത്തിന്റെ ഒരറ്റത്ത്. രാത്രി ജീവിതത്തിന് തിരുവനന്തപുരം നഗരത്തിന് പ്രത്യേക ഒരു ഇടം വേണ്ട. നഗരത്തിലെവിടെയും രാത്രി സജീവമാണ്. തെരുവിനെ പ്രകാശിപ്പിക്കുന്ന മഞ്ഞ വെളിച്ചത്തിൽ പത്മനാഭന്റെ മണ്ണിലൂടെ വെറുതെ അങ്ങ് നടക്കാൻ തോന്നും. IFFKയും കേരളയുമൊക്കെ എത്തുമ്പോൾ നഗരത്തിൽ ഉത്സവ പ്രതീതി. പക്ഷേ ആടാനും പാടാനും കഥ പറയാനും തിരക്കുകളിൽ നിന്നൊഴിഞ്ഞൊരു സ്ഥലമെന്ന ആശയമാണ് മാനവീയത്തെ മനുഷ്യന്റെ ആഘോഷമിടമാക്കിയത്. ഇവിടെ വന്നിരിക്കുമ്പോൾ നൈസ് അടിപൊളി വൈബാണ്. ഇവിടെ ഓരോ മേഖലയിലുള്ളവരാണ് ഇവിടെ വരുന്നത്, പല സ്ഥലത്തുള്ളവരാണ് ഇവിടെ വരുന്നത്. ഇവിടെ വന്നിരിക്കുമ്പോൾ നമ്മൾ ഇവിടെ തന്നെ നമുക്കൊരു ഫ്രണ്ട് സർക്കിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്, അപ്പം വന്നപ്പം നല്ല ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, കൊള്ളാം. ഈ ഒരു ചെറിയ സമയത്തിനിടയ്ക്ക് പഴി ഒരുപാട് കേട്ടിട്ടുണ്ട് മാനവീയം വീതി. ആട്ടവും പാട്ടും ആഘോഷമൊക്കെ ചിലരെങ്കിലും അതിരുവിട്ടപ്പോൾ നൈറ്റ് ലൈഫ് 12 മണിക്ക് മുമ്പേ തീർക്കേണ്ടി വന്നു മാനവീയത്തിന്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇടയ്ക്ക് വരുന്ന ചെറിയ പ്രശ്നങ്ങളല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. 11 മണിക്ക് ശേഷം വേണം, എനിക്ക് കൊള്ളായിരുന്നു. കാരണം അതിന് ശേഷം വരുന്ന ഒരുപാട് പേരുണ്ട്, അവർക്ക് ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കും. ഇന്ന് തന്നെ ഇപ്പം നമ്മളിവിടെ വന്ന സമയത്ത് നല്ലൊരു സോങ്ങും നല്ല വൈബും മൂഡും ഒക്കെ ആയിരുന്നു. പ്രത്യേകിച്ച് ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ലാണ്ട് തന്നെ പോലീസൊന്നും ഞങ്ങളെ പിരിച്ചു വിട്ടു. അങ്ങനെയൊക്കെയാണെങ്കിലും രാത്രിയിൽ മാനവീയം സുന്ദരിയാണ്, കളറാണ്. ഈ മനുഷ്യന്മാർ അടിപൊളിയാണ്, അക്ഷരാർത്ഥത്തിൽ അതിഗംഭീരം. ജീവിതം ആഘോഷിക്കാൻ കൂടിയാണെന്നുള്ള തിരിച്ചറിവാണ് അവരെ ഇവിടെ എത്തിക്കുന്നത്. സ്നേഹം പങ്കുവെക്കാനും ചിരിക്കാനും സന്തോഷിക്കാനും പാട്ടുപാടാനും നൃത്തം ചെയ്യാനും ജാടകളില്ലാത്ത മനുഷ്യന്മാരുടെ ലോകം മാനവീയം. ക്യാമറാമാൻ അരുണ സാറിനും രാജേഷിനുമൊപ്പം ഹരികൃഷ്ണൻ, 24 തിരുവനന്തപുരം. അപ്പോൾ മാനവീയം അടിപൊളിയായിട്ട് പോകുന്നുണ്ടല്ലേ? ഓക്കെ, ഇതേ ഒരു കമന്റ് ഞാൻ വായിക്കട്ടെ പെട്ടെന്ന്. നമ്മൾ നേരത്തെ ഒരു ആഷിഖ് തോമസിന്റെ കാര്യം പറഞ്ഞില്ലേ, എന്താ മറ്റേ ഒരു കുട്ടിയെ കുറിച്ചുള്ള ഓർമ്മ പറഞ്ഞില്ലേ? ആഷിഖ് തോമസ് പറഞ്ഞു, പ്രജിൻ പ്രവീത താങ്ക്സ്, നിങ്ങൾ എന്റെ നൈറ്റ് ലൈഫ് ഓർമ്മ വായിച്ചു, അമ്മ കേട്ടു. നമുക്ക് ഇതിനകത്ത് ഒരു പങ്കുമില്ല കേട്ടോ. അപ്പൊ അമ്മ എന്താ വെച്ചാൽ നോക്കട്ടെ അല്ലേ, അമ്മ സാന്ത്വനിപ്പിക്കട്ടെ അല്ലെ, ആ ഒരു പ്രണയം ഓർത്തിരിക്കുന്ന ആളല്ലേ, കുഴപ്പമില്ല. അതോടൊപ്പം തന്നെ ഷൈനി പറയുന്നുണ്ട്, ബോത്ത് ഓഫ് യു ഗ്രേറ്റ് കോസ്റ്റ്യൂം, താങ്ക് യു. പിന്നെ കാർത്തിക PM പറയുന്നു, മാപ്പറകളുടെ പ്രാപ്രാ കൊള്ളാം, നല്ല പരിപാടി എന്ന് പറയുന്നുണ്ട്. പിന്നെ പ്രാപ്രായ്ക്ക് അഭിനന്ദനം എന്ന് ജാഫർ പറയുന്നുണ്ട്. ഫൈഹ ചോദിക്കുന്നുണ്ട്, മ്യൂസിക് ഇല്ലാതെ ആ സോങ് 2 വരി പാടാമോ എന്ന്. ഇപ്പൊ ദൂരക്കിഴക്കുതിക്കുമാണെന്ന് തോന്നുന്നു. ഞാനിന്നെടുത്തു വച്ചേ എന്റെ വെറ്റില താമ്പാളത്തിൽ, ദൂരക്കിഴക്കുതിക്കും മാണിക്ക ചെമ്പഴുക്ക, ഞാനിങ്ങെടുത്തു വച്ചേ എന്റെ വെറ്റില താമ്പാളത്തിൽ, മാണിക്ക ചെമ്പഴുക്ക. പ്രഭുതയെ കണ്ടപ്പോൾ നടൻ ജയനെ ഓർമ്മ വരുന്നു, 2 പ്രാകളുമുള്ള. അതായത് നമ്മുടെ ഈ പാന്റ് ഇട്ടിട്ടാണെന്ന് തോന്നുന്നു. എന്തായാലും കുഴപ്പമില്ല, അത് ഞാൻ വളരെ പോസിറ്റീവായിട്ട് ആ കമന്റിനെ എടുക്കുന്നു കേട്ടോ. ഒരുപാട് പേര് ഇങ്ങനെ കമന്റ്സിൽ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം പറയാം, നേരത്തെ നമ്മളൊരു QR കോഡ് കാണിച്ചല്ലോ.